എടാടാ ഈ കൊര കേട്ടിട്ടേ ഇവൻ നമ്മളെ കടിക്കാൻ വരുന്നതെന്ന് ഓർത്ത് ആരും പേടിക്കണ്ട കേട്ടോ. അങ്ങനെ കടിക്കൂല. ഇവനെ നമ്മൾ വളർത്തുന്നതല്ല കേട്ടോ. പക്ഷെ വീട്ടിൽ സ്ഥിരം വന്നു പോകാറുണ്ട്. ഉണ്ടെന്നോ ഒരു വട്ടം വീട്ടിൽ വന്ന സമയത്ത് വിശന്നിട്ട് ഇവന്റെ കരച്ചിൽ സഹിക്കാൻ പറ്റാതെ നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആള് ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ഇവിടെ വിസിറ്റിംഗ് ടൈം കൂട്ടിയിട്ടുണ്ട്. ആരോ വളർത്തി ഉപേക്ഷിച്ചതാണ് ഈ പാവത്തെ. പക്ഷെ ഒറ്റ വിളിയിൽ തന്നെ ഓടി വന്നത് കണ്ടോ. ആദ്യം ഇവനെ വളർത്താമെന്നുള്ളൊരു പ്ലാൻ നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തന്നെ മനസ്സിലായി അവനങ്ങനെ ഒരു വീട്ടിൽ കിടക്കുന്നതിനോട് താല്പര്യമില്ല. നാട്ടിലെ എല്ലാവരുടെയും സെക്യൂരിറ്റി ഏറ്റെടുത്ത ഒരു വിചാരമാണ് മൂപ്പർക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു നേരത്തെ ആഹാരം നമ്മൾ ഇവനെ എന്ന് കൊടുക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഈ വീട്ടിൽ പുറത്തുനിന്ന് ആര് വന്നാലും അവൻ കുരയ്ക്കും. പുറത്തെവിടെയും നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ടെറിട്ടറി ആയിട്ടുള്ള ജംഗ്ഷൻ വരെ ഗോഡ് ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടാവും. അവന്റെ മേത്തിപ്പോ ഒരു ചൊറി പോലത്തെ അസുഖമുണ്ട്. നമ്മൾ അതിന് മരുന്ന് മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആളപ്പം അടുത്ത പ്രയാണത്തിന് യാത്രയാവും. എന്നാലും ദിവസത്തിൽ ഒരു തവണ നമ്മുടെ വീട്ടിൽ വിസിറ്റ് ചെയ്തിരിക്കും. അതവന് നിർബന്ധം. ആരോ വളർത്തി ഉപേക്ഷിച്ചതായതുകൊണ്ട് തന്നെ ഇന്ന് വരെ നാട്ടിൽ ആരെയും കടിച്ച് ഇവനൊരു ഹിസ്റ്ററി ഇല്ല. നാട്ടിലുള്ള എല്ലാവരോടും അവന് സ്നേഹം മാത്രം. ഒരു ഹെൽപ്പും കൂടെ, ഇവൻ ഇടാൻ വേണ്ടിയിട്ട് നല്ലൊരു പേര് കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ.